അല്ല ഹാജരെ, ഈ നിലയ്ക്ക് പോയാലേ ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി ഇവിടെയും ആവർത്തിക്കുമോ? ഞങ്ങളുടെ അടിത്തറയ്ക്ക് ഇപ്പോഴും ഒരു കോട്ടം തട്ടിയിട്ടില്ല അന്തോണി മാഷേ. തകർന്ന് തരിപ്പണമായാലും പരാജയം സമ്മതിക്കാത്തവരല്ലേ ആചാര്യ പാർട്ടീസ്. കേരളം ഒട്ടാകെ തൂത്തു വരൂന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തിരുമേനിയുടെ പാർട്ടിക്ക് എന്ത് നേട്ടാണ്ടായത്? മൃഗസ്യ എന്നൊന്നും നാം ചൊല്ലണില്ല കേട്ടോ. കണ്ണടച്ച് ഇരുട്ടാക്കല്ലോ ആചാര്യ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളങ്ങ് എടുത്തു, അത് ആചാര്യ അറിഞ്ഞില്ലല്ലോ. മോശട്ടോ. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം? എൻ്റെ കർത്താവേ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ വല്ലാണ്ട് ആശിച്ചതാ. വേളാങ്കണ്ണി മാതാവിന് 1001 രൂപ നേർച്ചയിടാമെന്നും പറഞ്ഞിരുന്നതാ. എന്നാലും നീ ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നില്ലല്ലോ കർത്താവേ. എനിക്ക് കണ്ടോളും എൻ്റെ മാഷേ. കോർപ്പറേഷന്റെ ഭരണം മോദിജി നേരിട്ട് അങ്ങോട്ട് നടത്തും. എന്തെല്ലാം ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരാ ഞങ്ങളുടേത്. പടച്ചോനെ, നീ ഇതൊന്നും കാണുന്നില്ലേ? പെൻഷൻ ക്ഷേമമായി കരുതി, പക്ഷെ അതൊന്നും നടന്നില്ല. ജനങ്ങൾക്ക് ഇത്തിരി വിവരമുണ്ട് ഹാജിയാരെ. നവകേരള യാത്രയിൽ ഞങ്ങളുടെ കുട്ടികളെ തല്ലി ചതച്ച് ഇഞ്ചപ്പരുവമാക്കി പോലീസ് സ്റ്റേഷനുകളിൽ നരനായാട്ട് നടത്തി. കേരളം മുഴുവൻ മദ്യശാലകൾ തുടങ്ങി കേരളത്തെ മദ്യത്തിൽ മുക്കി. സഹകരണ ബാങ്കുകൾ ഒട്ടുമിക്കതും കൊള്ളയടിച്ചു. സർക്കാർ ആശുപത്രികൾ മരുന്നില്ലാതെയും ഡോക്ടർമാരില്ലാതെയും ജനങ്ങളെ പൊറുതി മുട്ടിച്ചു ആചാര്യ പാർട്ടീസ്. VVIPകളെ വിളിച്ച് പ്രഭാത സദസ് നടത്തിയത് കൊണ്ടൊന്നും വോട്ട് കിട്ടില്ല. VVIPകൾക്കും സാധാരണ ജനത്തിനും വോട്ട് ഒന്നല്ലേ ഉള്ളൂ ഹാജിയാരെ. അന്തോണി മാഷ പാർട്ടിക്കാരും തിരുമേനിയുടെ പാർട്ടിക്കാരും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. യഥാർത്ഥ അന്തർധാര ആരൊക്കെ തമ്മിലാന്നേ ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആചാര്യ പാർട്ടീസ് ഇങ്ങനെ തോറ്റു തൊപ്പിയിടാൻ കാരണം. ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ എന്നുള്ളതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ കാതൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് ബൈ ദി ലീഡേഴ്സ്, ഫോർ ദി ലീഡേഴ്സ്, ഓഫ് ദി ലീഡേഴ്സ് എന്നായി മാറിയത് കൊണ്ടാണ് ഈ ഭരണത്തിൽ ജനാധിപത്യത്തിൻ്റെ മരണമണി മുഴങ്ങുന്നത്.